ഇനിയും കുറെ സമയം എടുക്കും വാതിറമ്മിൽ എത്തുവാനായിട്ട്. റോഡുകൾ ഇങ്ങനെ നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 55 കിലോമീറ്ററോടെ ഉണ്ട് വാതിറാമിലേക്ക് പോവാൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ തമ്പനയിലിൽ കണ്ടില്ലേ, ചാവുകടലിൽ നിന്നും ചൊവ്വയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡെഡ് സീയിലാണ്. ഡെഡ് സീയിലെ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ കാണുക. അടിപൊളി ഹോട്ടലാണ്, ഒത്തിരി ഫെസിലിറ്റികളുണ്ട്. ഇവിടെ തൊട്ടടുത്താണ് ഈ ഡെഡ് സീ, ചാവുകടൽ. നമുക്ക് ഇവിടുന്ന് നടന്നു പോവാം, അവിടെ പോയി കുളിക്കാം, ഇങ്ങനെ പൊങ്ങുപോലെ പൊങ്ങിക്കിടക്കാം. പിന്നെ അതേപോലെ ഇവിടുന്ന് ബസ് അങ്ങോട്ട് പോകും. പിന്നെ ഇവിടെ തന്നെ ഒത്തിരി സ്വിമ്മിംഗ് പൂളും കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയും ഒക്കെ ഉണ്ട്. വളരെ നല്ല ഒരു റിസോർട്ട്. അതിനു മുമ്പ് ഡെഡ് സീയെ പറ്റി ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ സ്ഥലം, അതായത് ഈ ഡെഡ് സീയിലെ ഈ സ്ഥലം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഒരു 422 മീറ്റർ താഴെ എന്ന് വേണേൽ പറയാം. നമ്മളിങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെവിയൊക്കെ അടഞ്ഞു പോകും. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അങ്ങനത്തെ ഒരു റിസോർട്ടാണ്. ഇവിടെ നിന്നും ഇന്നൊരു വലിയ യാത്രയ്ക്ക് പോവാണ്. യാത്ര പോകുന്നത് ഈ ജോർദാനിലെ ഡെഡ് സീയിൽ നിന്നും നേരെ വാദി റം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഈ വാദി റമ്മിനെ പറ്റി നിങ്ങൾ കേട്ട് കാണും. നമ്മുടെ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഈ ചൊവ്വയിലെ ഒരു ലാൻഡ്സ്കേപ്പാണ് വാദി റം എന്ന് പറയുന്നത്. റെഡ് സാൻഡുകളാണ്. അതിൻ്റെ നടുക്കുള്ള അതിൻ്റെ നടുക്കുള്ള ഒരു ക്യാമ്പിലാണ് ഞാനിന്ന് താമസിക്കാൻ പോകുന്നത്. വളരെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടുത്തെ ഈ ക്യാമ്പ് എന്ന് പറയുന്നത് ഈ വാദി റമ്മിൻ്റെ നടുക്കുള്ള ഒരു സ്ഥലത്ത് അവരിങ്ങനെ ഒരു ക്യാമ്പ് പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ ടൂറിസ്റ്റുകൾക്ക് പോയി താമസിക്കാം. ഭയങ്കര കിടിലൻ ഒത്തിരി വ്ളോഗുകളൊക്കെ പറയുന്നത് ഒരു ഭയങ്കര സംഭവം എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ക്യാബ് ഡ്രൈവർ ഉണ്ട്. ഞാൻ ഈ ജോർദാനിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ലൊരു ക്യാബ് ഡ്രൈവറെ കിട്ടി, ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നു. അദ്ദേഹമാണ് എൻ്റെ 1-2 ദിവസം എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് വാദി റമ്മിലേക്ക്. 5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഡെഡ് സീയിൽ നിന്നും വാദി റമ്മിലേക്ക് പോകുന്നത്. വാദി റം എന്ന് പറയുന്നത് നമുക്കവിടെ ഒത്തിരി ഇവിടുത്തെ ഗോത്രവർഗം ബോധിയൻസ് ഒക്കെ നമുക്കവിടെ കാണാം. ഒട്ടകങ്ങളും ഒക്കെ ആയിട്ടുള്ള ആ റെഡ് പ്ലാനറ്റ് നമുക്ക് അവിടെ പോയി കാണാം. റെഡ് പ്ലാനറ്റ് പോലെയാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർസ് ലൈക്ക് പ്ലാനറ്റ് മീൻസ് ഒരു മാർസ് ലൈക്ക് ഒരു ഗ്രഹത്തിൽ പോയ പോലെ ഇരിക്കും. മനസ്സിലായില്ല, ഒരു ചുവന്ന ഗ്രഹത്തിൽ പോയ പോലെ. അതായത് അവിടുത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ അങ്ങനെയാണ്. ചുവന്ന മണ്ണുകളും ചുവന്ന കല്ലുകളും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലം. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇന്ന് അതിൻ്റെ കാഴ്ചകളാണ്, അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോകളൊക്കെ കാണുക. ഒത്തിരി രാജ്യങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഇനിയും ജോർദാൻ കഴിഞ്ഞ് ഈജിപ്തിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയുടെ വീഡിയോസൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. എൻ്റെ ഡ്രൈവർ അവിടെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തേ, കാറൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ? കാരണം ഭയങ്കര പെർഫെക്റ്റ് ടൈമാണ്. അപ്പം ഞാൻ അച്ഛൻ ലേറ്റ് ആയത്. ഗുഡ് മോർണിംഗ് മൈ ഫ്രണ്ട്. ഗുഡ് മോർണിംഗ്. ഞങ്ങളിവിടെ ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. കുറെ പൂച്ചകളൊക്കെ ഉണ്ട്. ഇതാണ് സ്ഥലം, കാപ്പിക്കട. അകത്തേക്ക് കയറട്ടെ, കാപ്പി എന്തെങ്കിലും കുടിക്കണം. ഇവിടുത്തെ കോഫി എന്ന് പറയുന്നത്
ഇവിടുത്തെ ജോർദാനിയൻ കോഫി എന്ന് പറയുമ്പോഴത്തേനും അതിനൊരു നല്ല കറുത്ത കളറാണ്. പക്ഷെ എൻ്റെ അതൊരു ഏലക്കായൊക്കെ ഇട്ട് ഒരു നല്ല രുചിയാണ്. ചെറിയൊരു കടയാണ്, ചെറിയ കട. ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു. ഒരു ചെറിയ കട. ജോർദാനിലെത്തുന്ന ഏതൊരു സഞ്ചാരിയും കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു സുന്ദരമായ ഒരു പ്രദേശമാണ് തെക്കൻ ജോർദാനിലുള്ള വാദി റം എന്ന ചുവന്ന മരുഭൂമി. വാദി റം എന്ന സ്ഥലത്തെപ്പറ്റി നമ്മൾ മലയാളികൾ ഇതിനോടകം തന്നെ ഒട്ടനവധി തവണ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അടുത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമ തന്നെയാണ്. ഈ സിനിമയുടെ ഏറിയ പങ്കും ചിത്രീകരിച്ചിരിക്കുന്നത് ഞാനീ പോകുന്ന വാദി റമ്മിലാണ്. സിനിമയിൽ നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളും ഈ യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം എന്നൊരാകാംക്ഷയും എനിക്കുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ജോർദാൻ്റെ തലസ്ഥാനമായ അമാനിനെ പറ്റിയായിരുന്നു. അമാനിൽ നിന്നും ഏകദേശം ഒരു 60 കിലോമീറ്റർ സഞ്ചരിച്ച് ഡെഡ് സീ എന്ന പ്രദേശത്തെ ഒരു റിസോർട്ടിലാണ് ഞാൻ എൻ്റെ താമസം ക്രമീകരിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഈ യാത്ര ആരംഭിക്കുന്നതും ഡെഡ് സീയിലെ എൻ്റെ ഈ ഒരു ഹോട്ടലിൽ നിന്നുമാണ്. ഏകദേശം ഒരു 400 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമുക്ക് വാദി റം എന്ന സ്ഥലത്ത് എത്തിച്ചേരുവാനാകുക. ഒരു 4-5 മണിക്കൂർ നീളുന്ന ഒരു വലിയ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ എനിക്ക് എടുത്തു പറയേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജോർദാനിലെ റോഡുകളുടെ ഒരു നിലവാരം തന്നെയാണ്. യാതൊരുവിധ കുണ്ടും കുഴിയൊന്നുമില്ലാതെ വളരെ ലോകോത്തര നിലവാരമുള്ള റോഡുകളാണ് നമുക്ക് കാണുവാനാവുന്നത്. ഈ പച്ചപ്പൊന്നുമില്ലെങ്കിലും മറ്റൊരു ഭംഗിയാണ് ജോർദാനിനുള്ളത്. അത് നിങ്ങൾക്ക് ഈ എൻ്റെ ഒരു വീഡിയോയിൽ കാണുവാൻ സാധിക്കും. നോക്കത്താ ദൂരത്ത് വ്യാപിച്ചു കിടക്കുന്ന വലിയ മൺകൂനകൾ എന്ന് തോന്നിപ്പിക്കുന്ന വലിയ മലനിരകൾ നമുക്ക് കാണാം. അങ്ങ് ദൂരെ മലനിരകളിൽ കാണുന്ന ചെറിയ ഗ്രാമങ്ങളും വീടുകളും ഒക്കെ ഈ ഒരു യാത്രയിൽ നമുക്ക് കാണുവാനാവും. അങ്ങനെ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ലോങ് ജേർണിയാണ്. ഇതല്ലേ, ഇതാണ് ഇതിൻ്റെ പേര്, പെട്ര കോംപ്ലക്സ് എന്നാണ് പേര്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. ഇതാണ് മെയിൻ വഴി. കണ്ടല്ലേ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു കോംപ്ലക്സ് നമ്പറാണ്, പെട്ര കോംപ്ലക്സ്. നിങ്ങൾക്ക് തല തിരിഞ്ഞായിരിക്കുമല്ലോ തോന്നണേ. അതെ, അത് ഈ ക്യാമറയുടെ ഒക്കെ കുഴപ്പമാണ്. അതൊന്നും ഇതാക്കണ്ട. ഇതിൻ്റെ പേരാണ് പെട്ര കോംപ്ലക്സ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. ഈ ഒരു കോംപ്ലക്സിൻ്റെ അകത്ത് നമുക്ക് ഫുഡ് കിട്ടും, പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുള്ള സാധനങ്ങൾ കിട്ടും. ഒരു നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊരു മെയിൻ ഹൈവേയുടെ സൈഡിലാണ് ഈ ഒരു കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതാണ് മെയിൻ ഹൈവേ. കണ്ടല്ലേ, ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ കാറ് കിടക്കണുണ്ടോ? എൻ്റെ സെയിം ഡ്രൈവർ എണ്ണം തന്നെയാണ്. പുള്ളിനെ ഞാനൊരു 3-4 ദിവസത്തേക്ക് അങ്ങോട്ട് പറഞ്ഞങ്ങ് ഉറപ്പിച്ച് ഈ ഒരു സ്ഥലത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ പുറത്തേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങും. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് വൈകുന്നേരത്തിനുള്ളിൽ വാദി റമ്മിലെ ഒരു ടെന്റിൽ, ഒരു ക്യാമ്പിലാണ് താമസിക്കുന്നത്. ഒരു ടെന്റ് നടുക്ക്, ഒരു ഡെസേർട്ട് ലൈഫായിരിക്കും അത്. ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബൊഫയാണ്. ഈ ബൊഫയിൽ നമുക്ക് ആവശ്യമുള്ള ഫുഡുകളൊക്കെ എടുത്ത് കഴിക്കാം. ഒരു ജോർദാനിയൻ ഹോട്ടലാണ്. കണ്ടില്ലേ, നല്ല കിടുക്കാച്ചി ഹോട്ടൽ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല അടിപൊളി ഒരു ഹോട്ടൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുക. ഒട്ടനവധി ഫുഡുകൾ ഇങ്ങനെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവര് ഒട്ടനവധി ഈ സാലഡിനൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കും. എന്ത് ഫുഡ് കഴിച്ചാലും അതിൻ്റെ കൂടെ അവർ കുറേ സാലഡുകൾ കഴിക്കും. അതായത് ബീഫും കാര്യങ്ങളൊക്കെ കഴിക്കും. അത് നല്ലതാണ് ആക്ച്വലി. അപ്പം അതുകൊണ്ട് ഒത്തിരി സാലഡൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഞാനും എന്തെങ്കിലും ഒരു ഫുഡ് എടുക്കട്ടെ. ഫുഡ് കഴിച്ചു, കൊള്ളാം, നല്ല ഫുഡായിരുന്നു. ബൊഫേ ആയിരുന്നു. 12 ജോർദാനിയൻ ദിനാർ ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. അത് ഇത്തിരി കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇനിയും ഫുഡ് കഴിക്കുന്നത് വൈകുന്നേരം കഴിക്കത്തുള്ളൂ. രാത്രി ഒരു 8-9 മണിയാണ്. ഞങ്ങൾ ഇനി പോവുകയാണ്. ഇനി ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്.
ഇനി അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് കാണാം. ഇനി കോഫി കുടിക്കാൻ വേണ്ടി കുറച്ച് നേരം നിർത്തും, അന്നേരം കാണാം. ഇവിടുന്ന് വാദിറം വരെ നല്ല റോഡാണ്. ഈ അമാനിൽ നിന്നും വാദിറമ്മിലേക്കുള്ള വഴി നല്ല ഭംഗിയാണ്. നമുക്കങ്ങനെ കുലുക്കമൊന്നും അറിയത്തില്ല, നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹൈവേ. ഇവിടുന്നൊരു 55 കിലോമീറ്ററോടെ ഉണ്ട് വാദിറാമിലേക്ക് പോകാൻ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം ഒരു 5:30 ആയിക്കൊണ്ടിരിക്കുന്നു, രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ചകളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു റെസ്റ്റിന് വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങളിവിടെ നിർത്തിയിരിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ഇച്ചിരി മുമ്പ് കണ്ടല്ലോ ഇങ്ങോട്ടുള്ള യാത്രയ്ക്കുള്ള ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഈ സ്ഥലങ്ങളൊക്കെ. എൻ്റെ അമ്മോ എന്തൊരു ഭംഗിയാണെന്നറിയോ. ആ ഒരു സൂര്യനിപ്പോൾ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ വണ്ടി ഒന്ന് ചെറുതായിട്ട് നിർത്തി ഒരു കോഫിയൊക്കെ എന്തെങ്കിലും കാപ്പി കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടൻ കാപ്പി കുടിക്കാനോ എന്തെങ്കിലും ഒരെണ്ണം കുടിക്കണം. ഒരു വലിയ ലോങ് ജേർണി ആണല്ലോ. ഇപ്പം ഇവിടെ നേരം 5:45 രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു. വലിയ യാത്രയായിരുന്നു. 3.4 മണിക്കൂർ. ഇനിയുണ്ട് ഒരു 52 കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞാലാണ് നമ്മൾ ഈ വാദിറം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തത്തുള്ളൂ. അങ്ങനെ ഇനി യാത്ര തുടങ്ങുക, വീണ്ടും അടുത്ത യാത്ര. ഒരു 55 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഞങ്ങൾ ഇനി കയറുകയാണ്. അപ്പം ഈ സ്ഥലത്ത് നിന്നും പോയി ഇനിയിപ്പോൾ വാദിറം ക്യാമ്പിലേക്ക് പോവാണ്. ഞാനിവിടെ ഈ വാദിറമ്മിൻ്റെ ഇവിടെ ഒരു പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി പോലീസൊക്കെ ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടിയൊക്കെ. വലിയ സീനൊന്നുമില്ല. നമ്മുടെ ഡ്രൈവറിൻ്റെ ലൈസൻസ് കാർഡൊക്കെ മേടിച്ചുകൊണ്ട് പോയി, പുള്ളിയൊക്കെ പോയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇച്ചിരി വിജനമായ സ്ഥലമാണ്. നമുക്കൊരു തനിച്ചൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ വരും, പക്ഷെ പ്രശ്നമൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മുടെ ഡ്രൈവറിനെ പോയേക്കുവാണ്, ഉണ്ടല്ലേ. ഡ്രൈവറിന് ഇത്ര നേരമായിട്ടും വന്നില്ല. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഈ ജോർദാനിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേനും പല സ്ഥലങ്ങളിലും പോലീസ് ചെക്കിംഗ് ഉണ്ട്. എൻ്റെ പാസ്പോർട്ട് പല സ്ഥലങ്ങളിലും മേടിച്ചു നോക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവർ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ ടൂറിനൊക്കെ വരുന്നവർ വണ്ടിയുടെ ബാക്ക് സീറ്റിലായിരിക്കണം. അപ്പം നമ്മൾ പോലീസ് ഇങ്ങനെ വന്നങ്ങ് ഒരു 3 സ്ഥലത്ത് ചെക്ക് ചെയ്ത് പോലീസ് കൈ കാണിച്ച് പുള്ളി വണ്ടി നിർത്തും. അന്നേരം ഇങ്ങനെ പുള്ളി അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോഴത്തേക്കും പോലീസ് പറഞ്ഞ് പുള്ളിയുടെ ചെക്ക് അല്ല, പുള്ളി വളരെ ഒരു പ്രൊഫഷണൽ ഒരു ഡ്രൈവർ ആണ് കേട്ടോ. പുള്ളിയുടെ പോലീസുകാർ പുള്ളിയുടെ എല്ലാം നോക്കും. എൻ്റെ നേരെ നോക്കുമ്പോഴത്തേനും ഞാൻ ഫ്രണ്ടിലായിരിക്കണം. അപ്പോൾ അവർക്കൊരു സംശയം, എന്നോട് ചോദിക്കും പാസ്പോർട്ട് തരാൻ പറയും. അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുള്ളി വണ്ടി കേട്ടോ, പുള്ളി വണ്ടി കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഈ പുള്ളിയുടെ കൂടെയാണ് ഞാൻ പോകുന്നതിനകത്തേക്ക് കേട്ടോ. ക്യാമ്പിലേക്ക് പോകണം. എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു അറബ് മനുഷ്യനാണ്. ഡ്രൈവർ പുള്ളിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ക്യാമ്പിലെത്തി. ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ. So now he will remove the sand and he will see. ഞാൻ ക്യാമ്പിൻ്റെ ഇവിടെ എത്തിയപ്പോഴത്തേനും ഇവിടെ ഒരു പരിപാടിയായിട്ട് സെറ്റ് ചെയ്തേക്കുക. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഈ മണലിൻ്റെ അകത്ത് ചിക്കനൊക്കെ ഇങ്ങനെ ഓൾറെഡി കുക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് എടുക്കുന്നു. ഇതിൻ്റെ അകത്ത് ഒരു ഡെസേർട്ടിൻ്റെ അകത്ത് ഇവരിങ്ങനെ ഒരു ക്യാമ്പ് ഉണ്ടാക്കി വെച്ചേക്കുക. ഞാനൊരു ഇച്ചിരി താമസിച്ചു, എന്നാലും കറക്റ്റ് സമയത്താണ് വന്നത്. ഇതാണ് എൻ്റെ റൂം കേട്ടോ. ഇവിടെ AC ഒന്നുമില്ല, നല്ല ചൂടുണ്ട്. എൻ്റെ മേളൊക്കെ ഉണ്ടല്ലേ. അധികം സംസാരിക്കാൻ നേരെയില്ല. ഞാനിപ്പോൾ നേരെ ബാഗ് വെക്കുന്നു. ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ച് അവരുടെ മെയിൻ ടെൻറ്റിലേക്ക് ചെല്ലണം. ഇവിടുത്തെ മെയിൻ ടെൻറ്റാണ്. നമുക്കിങ്ങനെ ഇവിടേക്ക് ഇരുന്ന് ഫുഡൊക്കെ എടുത്ത് വളരെ സാവകാശം കഴിക്കാം എന്ന് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഇതൊക്കെയാണ് ഫുഡുകൾ. ഇവിടെ ഇങ്ങനെ ഓരോ
ഇരിപ്പിടാണിത്. അല്ലേ, ആൾക്കാരൊക്കെ ഒത്തിരി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അറബികളൊക്കെ ഉണ്ട്. ഇതാണ് മെയിൻ ടെൻറ്റ്. ഇനി ഞാൻ ഫുഡ് എടുക്കുന്നു. നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ്. നാളെ രാവിലെ ഇവർ നമ്മളെ മലയെ കയറ്റി ജീപ്പയിലൊക്കെ കൊണ്ടുപോകും ഇവിടുത്തെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഇതിനകത്ത് ഇവിടുന്ന് കുറേ ഫുഡുകളുണ്ട്. കുറേ ആൾക്കാരുണ്ട് ഈ ടെൻറ്റിൽ ഉണ്ടല്ലേ. ഇവിടെ കുറേ ഫുഡുണ്ട്, ചിക്കൻ ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ കഴിക്കണം. ഒത്തിരി ആൾക്കാർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇവിടെ എന്തൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഫുഡ് കഴിച്ചു. ഇതിനകത്ത് പ്രധാനമായിട്ടും ചിക്കനുണ്ട്. അവരവിടെ നിന്ന് എടുത്ത ചിക്കൻ ആദ്യം കാണിച്ചില്ലേ, അത് പൊക്കിക്കൊണ്ട് വന്ന ഈ മണലിനകത്തിട്ട് പുഴുങ്ങിയ ചിക്കൻ. പിന്നെ പൊട്ടറ്റോ ഉണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ കുറേ സാലഡുണ്ട്. നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിലും ജോർദാൻ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാണല്ലോ. ഓ യാ, താങ്ക് യു. ഇപ്പോൾ അടുത്ത സാധനം കൊണ്ടുവന്നേക്കണം. അടുത്തത് നല്ല സ്വീറ്റ്സാണ്. തേങ്ങയുടെ ഒക്കെ ഒരു രുചിയുള്ളൊരു സ്വീറ്റ്സ്. കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇത് കിണർ പോലെ ഇരിക്കുന്ന സാധനം കേട്ടോ, കിണർ. ഇനി അതൊന്ന് നിറച്ച് വെച്ചോളാം. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഇല്ലല്ലേ, ഇത് മുഴുവൻ ആൾക്കാരാണ്. എന്നെ കൂടാതെ കുറേ പേരും ഉണ്ട് ഇവിടെ. അത് ജോർദാനിയൻസ് നടത്തുന്ന ഒരു പരിപാടിയാണിത്. ജോർദാനിയൻസ് ആണ് ഇവിടെ എല്ലാം. അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് കാഴ്ചകൾ, ഈ രാത്രിയിലെ കാഴ്ചകൾ. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ പാട്ടും. ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് കോട്ടൊക്കെ കൊട്ടി ഒക്കെ തകർത്ത് കളഞ്ഞ്. അങ്ങനെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഫുഡൊക്കെ കൊള്ളായിരുന്നു. അങ്ങനെ ഈ ഒരു ക്യാമ്പിൽ, ഈ ഒരു വിധുവൻ ക്യാമ്പിൽ ഞാനിങ്ങനെ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി നല്ല നല്ല കാഴ്ചകളാണ്. നാളെ രാവിലെ എണീക്കണം. ഇവിടുത്തെ ഈ നല്ല നല്ല കാഴ്ചകളൊക്കെ ക്യാമറയിൽ പകർത്തണം. അതിനുശേഷം ഇവിടുന്ന് ഒരു ജീപ്പ് ഡ്രൈവ് ഉണ്ട്. ഈ മലനിരകളിൽ കൂടി പോകുന്ന ജീപ്പ്. അവർ നമ്മളെ ഓരോരോ കാഴ്ചകളെ കാണിക്കാൻ കൊണ്ടുപോകും. അതൊക്കെയാണ് നാളത്തെ പരിപാടി. അപ്പോൾ നാളെ ഏകദേശം ഉച്ച വരെ ഇവിടെ ഉണ്ട്. ഇവരോടൊപ്പം ഉച്ചവരെ ഉണ്ട്. നല്ല നല്ല കാഴ്ചകളൊക്കെ ഞാൻ എടുക്കാം. എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയ പുതിയ കാഴ്ചകളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അമാനിൽ നിന്നും ആരംഭിച്ച യാത്ര ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്.
ഈ ഒരു ക്യാമ്പിൽ, ഈ ഒരു ഡെസേർട്ട് ക്യാമ്പിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒത്തിരി പേരുമായിട്ട് പരിചയപ്പെട്ടു. ഞാൻ ചെണ്ടയൊക്കെ കൂട്ടി കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചു, നീ ചെണ്ട ഇത് ഡ്രംസ് പഠിക്കുന്നുണ്ടെന്നൊക്കെ ചോദിച്ചു. ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നോട് സംസാരിച്ചു. കുറേ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ സംസാരിച്ചു. എല്ലാവർക്കും ഇന്ത്യയെ പറ്റിയൊക്കെ അറിയാവുന്നതാണ്. ഞാൻ അവരോടൊക്കെ സംസാരിച്ചു. നാളെ അവരോടൊപ്പമാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ബൈ.